നമസ്കാരം, ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം. തെരുവ് നായയുടെ കടിയേറ്റു, പേവിഷബാധയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പും എടുത്തു. എന്നിട്ടും ആ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. മലപ്പുറം പെരുവള്ളൂരിൽ 6 വയസ്സുള്ള സിയ ഫാരിസ് ആണ് മരിച്ചത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ മരണം സംഭവിക്കുന്നത്. മാർച്ച് 29-നാണ് സിയ അടക്കം 6 പേരെ പട്ടി കടിക്കുന്നത്. 2 മണിക്കൂറിനുള്ളിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തി പ്രതിരോധ കുത്തിവയ്പും എടുത്തിരുന്നു. എല്ലാ ഡോസും പൂർത്തീകരിക്കുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ച മുമ്പാണ് വീണ്ടും പനി വന്നത്. തുടർന്നാണ് വീണ്ടും ചികിത്സയ്ക്ക് ആശുപത്രിയിൽ എത്തിച്ചതും. 4 ദിവസം മുൻപാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കഴുത്തിന്റെ മുകളിലാണ് പരിക്കേറ്റത്. ഈ പരിക്ക് വളരെ ഗുരുതരവും ആഴത്തിലുള്ളതുമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വാക്സിൻ ഫലപ്രദമാകാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. മാർച്ച് 29-ന് വൈകിട്ട് 3:30-ഓടെയാണ് വീടിനടുത്ത കടയിൽ സിയ മിഠായി വാങ്ങാൻ പോയത്. മിഠായി വാങ്ങി മടങ്ങുമ്പോഴാണ് റോഡരികിൽ വെച്ച് സിയെ പട്ടി കടിക്കുന്നത്. തലയിലും ശരീരത്തിലുമായി വളരെയധികം മുറിവുകളാണ് കുഞ്ഞിന് ഉണ്ടായിരുന്നത്. കുട്ടിയുടെ കരച്ചിൽ കേട്ട് രക്ഷിക്കാനെത്തിയ 17 വയസ്സുള്ള ഹഫീസിനെയും പട്ടി കടിച്ചിരുന്നു. ഇവരെ കടിച്ചതിനു ശേഷം അവിടെ നിന്ന് ഓടിയ പട്ടി പിന്നീട് പറമ്പിൽ പീടികയിലെത്തി 2 പേരെയും വട്ടപ്പറമ്പ്, വടക്കേൽമാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തരെയും കടിച്ചിരുന്നു. ഇവരെല്ലാവരും മെഡിക്കൽ കോളേജിലെത്തി 2 മണിക്കൂറിനുള്ളിൽ തന്നെ കുത്തിവയ്പും എടുത്തു. അന്ന് വൈകിട്ട് 6 മണിയോടെ തന്നെ പട്ടിയെ ചത്ത നിലയിലും കണ്ടെത്തുകയും ചെയ്തു. ചികിത്സയ്ക്ക് ശേഷം സിയെ അന്ന് രാത്രി തന്നെ വീട്ടിലെത്തിച്ചെങ്കിലും 24 മണിക്കൂർ വിശ്രമം നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് വീണ്ടും കുട്ടിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസത്തിനു ശേഷമാണ് സിയെ ഡിസ്ചാർജ് ചെയ്തത്. ചികിത്സയ്ക്ക് ശേഷം മുറിവെല്ലാം ഉണങ്ങി സാധാരണ നിലയിൽ ആവുകയും ചെയ്തു. എന്നാൽ ഒരാഴ്ച മുമ്പാണ് വീണ്ടും പനി വന്നത്. അതിനുശേഷം 2 ദിവസം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. വീട്ടിലെത്തിയ ശേഷവും പനി വീണ്ടും കൂടി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. ഇവിടെ നിന്നാണ് രക്തസാമ്പിളുകൾ തിരുവനന്തപുരത്തേക്ക് പരിശോധനയ്ക്ക് അയച്ചത്. അപ്പോഴാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. കടിയേറ്റ മറ്റ് 5 പേർക്കും നിലവിൽ അസ്വസ്ഥതകളൊന്നും ഇല്ലെന്നാണ് റിപ്പോർട്ട്.